ആ നേരം കൊണ്ട് പറയാനുള്ള ഉത്തരവൊക്കെ കണ്ടുപിടിച്ചു. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ടേസ്റ്റ് ഉണ്ടോ പിടിക്ക്? നന്നായിട്ട് തേങ്ങ ഒത്തിരി ഉണ്ടാക്കിയോ ഇല്ലല്ലോ നമ്മള്. ഞാനെന്നാണല്ലോ കപ്പ കഴിച്ചു കഴിഞ്ഞില്ല. പിടിയൊക്കെ വൈകുന്നേരത്തേക്ക് അതിന് കഴിക്കാൻ ചാൻസ്. ഇത് കഴിക്കണ്ടേ? ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന് നമുക്കൊരു ശനിയാഴ്ച വന്ന് കിട്ടി. ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച വരുമ്പോഴത്തേക്കും ശനിയാഴ്ച വരാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കും, വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്നാന്നറിയില്ല, വീട്ടിലിരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പറയും ജോലിക്ക് പോകുമെന്ന്. എനിക്ക് പക്ഷെ വീട്ടിലിരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര നേരം വേണേലും എത്ര നാൾ വേണേലും വീട്ടിൽ വെറുതെ ഇരുന്ന് എനിക്ക് ബോറടിക്കൊന്നുമില്ല. ഒരു മൊബൈലും ഇച്ചിരി നെറ്റും ഇപ്പം 2 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പം ഇന്ന് കാത്തിരുന്ന് ശനിയാഴ്ച വന്നു കഴിഞ്ഞപ്പം ചേട്ടൻ ബീഫ് വാങ്ങിച്ചെന്നുണ്ടാകട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ശനിയാഴ്ച ബീഫ് വാങ്ങാമെന്ന്. അപ്പം നമ്മൾ ബീഫും ഇച്ചിരി പിടിയും ഒക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചോ. ആൻസോട്ട സ്കൂളിൽ പോയി കേട്ടോ. അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അത് കാണിക്കുന്നൊന്നുമില്ല, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മിറ്റൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു കൊച്ചു ചെറിയ നിമിഷങ്ങളൊക്കെ ഇതുപോലെ വീഡിയോസിലൊക്കെ ഇങ്ങനെ പകർത്തി വെക്കാമെങ്കിൽ നമുക്കത് പിന്നീട് കാണാനൊക്കെ ഒരു രസം ഉണ്ടായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ചേട്ടൻ ഇവിടെ ബീഫ് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയാനില്ലേ? വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കില്ല എന്ന് പറയും. അയ്യോ, അപ്പൊ എനിക്കൊക്കെ വല്ല അവാർഡൊന്നും തന്നെയല്ലോ. വീഡിയോയും പിടിച്ച് ജോലിയൊക്കെ ചെയ്യുന്ന എനിക്ക്. ഒരു കയ്യിൽ ഫോണ്, ഒരു കയ്യിൽ ജോലി. നമ്മളിന്ന് ബീഫ് വാങ്ങാൻ പോയപ്പം സ്ഥിരം വാങ്ങണ കടയിൽ ബീഫില്ല, തീർന്ന്. പിന്നെ വേറൊരു സ്ഥിരം വാങ്ങണ കടയിൽ നിന്ന് വാങ്ങേണ്ട വന്നു. സ്ഥിരം വാങ്ങണ 2-3 കടകളുണ്ട്. മറ്റേ കടയിൽ നിന്നാണെങ്കിൽ നുറുക്കി തന്നെ. ഇവിടെ നിന്ന് നുറുക്കി കിട്ടും, പക്ഷേ ഇവിടത്തെ നുറുക്കുന്ന അളവൊക്കെ നമ്മൾ വന്ന് നുറുക്കിയാലും ശരിയാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ പിന്നെ അപ്പോൾ അതാണ് നമ്മുടെ ബീഫ്. എനിക്ക് മീറ്റ് ഐറ്റത്തിൽ എനിക്ക് ബീഫാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ എനിക്ക് ചിക്കനാണ് ഇഷ്ടം. അപ്പം അന്ന് പിന്നെ കഴിഞ്ഞ തവണ പോർക്ക് ഫ്രൈ ചേട്ടൻ ഫ്രൈ ആക്കി തന്നപ്പോൾ 2 കഷ്ണം തിന്നു. 2 അല്ല. അപ്പം ഞാൻ പോയിട്ട് ഉള്ളി മുളകൊക്കെ ശരിയാക്കട്ടെ. അപ്പം ഞാനിവിടെ സവോളയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് അരിഞ്ഞാൽ മാത്രം മതി. എൻ്റെ കത്തി ഇതാണ് കേട്ടോ. എനിക്ക് കത്തിയിൽ അരിയുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇഞ്ചി അരിഞ്ഞതായിപ്പം എനിക്ക് കത്തിയിൽ അരിയുന്ന ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. എല്ലാവർക്കും അങ്ങനെ പ്രിയപ്പെട്ട ഒരു കത്തി ഉണ്ടായിരിക്കുമല്ലോ. ഇതാ നമ്മൾ ബീഫ് കുക്കറിലാണ് കേട്ടോ വെച്ചത്. പിന്നെ ഇതാ നമ്മുടെ പിടി ഞാനിവിടെ ഉരുട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ വീഡിയോയുടെ തംബ്നെയിലൊക്കെ ഉണ്ടാക്കാൻ പോയത്. അപ്പോൾ നമ്മൾ പിടി ബാക്കി ഉരുട്ടട്ടെ. ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എന്നെ കാണിച്ചു തന്നാട്ടോ. വിറക് ഉണക്കാൻ വെച്ചേക്കുന്നു, കോഴിക്കുള്ള തീറ്റ വേവാൻ വെച്ചേക്കുന്നു. ഞാൻ എന്തോ മഴയത്ത് കിടന്ന് വിറകിനെ കൊണ്ടൊന്ന് കുത്തിച്ചാരി വെച്ച് വെള്ളം പറ്റിച്ച് തീ കത്തിക്കണേ, മനസ്സിലായോ? ഇതൊക്കെ ഒരു ഇത് വേണം. ഇതന്നെ കയ്യിലിരിക്കണേ. അത് മതിയായിരിക്കും. വേണേൽ ഇച്ചിരി എൻ്റെ മുകളിലൊക്കെ പിടിക്കാം. ഇതേ അങ്ങനെ പിടിക്കണം. പിടിയൊക്കെ ഉരുട്ടിട്ടോ, കൈയുടെ ഉള്ള കണ്ട ഇട്ടോ. ഊർത്തി ചാടിക്കച്ചാൽ പൊടിയും കൂടെ പോണം. ചുറ്റിയിട പിടി വെള്ളത്തിൽ മുങ്ങി കിടക്കണ്ടേ? അത് മതി വെള്ളം അല്ലേ? ഇങ്ങാ സൈഡിലേക്ക് വന്നിട്ടില്ല. വെള്ളം ധാരാളം മതി. ഇത് വെന്തോളും. ഇല്ല നിർത്തണ്ട, നേരത്തെ പൊട്ടിപ്പോവും. ഇത് വെന്തോളും. ഇനി മൂടിയാ കിടക്കുന്നത്.
പതുക്കെ വന്നോളൂ. ഇനി കടുക് പൊട്ടിക്കട്ടെ. ഇതൊന്ന് മാറ്റി തന്നെ. പച്ച കളറ് കറിവേപ്പില, വെള്ള കളർ ഉള്ളി, ചുവന്ന കളറിലെ ഉണക്കമുളക്. നല്ല രസമില്ല കാണാൻ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അത് ഞാൻ ചേട്ടനോട് പറഞ്ഞു. അപ്പം സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവില്ല ചേട്ടന്. ഇതാ ഒരു സൈഡിൽ പിടി വരുന്നുണ്ട്, ഒരു സൈഡിൽ നമ്മൾ ബീഫിലേക്ക് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുകും ഉലുവയും എണ്ണ ഒഴിച്ച് പൊട്ടിച്ചിട്ട് നമ്മൾ ഉണക്കമുളക്, അതായത് വറ്റൽ മുളക്, പത്തൽ മുളക് എന്ന് പറയും, പിന്നെ ചെറിയ ചുവന്നുള്ളി, പിന്നെ കറിവേപ്പില ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റി. ഞാൻ ഫ്ലെയിം കുറച്ചിട്ടേക്കോ, തീരെ കുറച്ച്. അതിനകത്ത് ഫ്ലെയിം ഉണ്ടെന്ന് പോലും തോന്നില്ല. അത്ര ഇട്ടിട്ട് നമ്മൾ ബീഫിലേക്ക് ചേർത്തിട്ട് ബീഫൊന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം അതിനകത്ത് ഇച്ചിരി വെള്ളമുണ്ട്, വെള്ളം ഒരിച്ചിരി വറ്റി വരണം. അപ്പോഴത്തേക്ക് ചേട്ടൻ്റെ ഇൻഗ്രീഡിയൻസ് ആണിത്. ഒന്നുകൂടെ വെള്ളമുണ്ടേ. ഇത് മതിയോ? നോക്കൂ, മതി. ഇച്ചിരി അതിനകത്തേക്ക് കോരി ഒഴിക്കാവോ? ആ ഇറച്ചിയോട് കൂടെ കോരിക്കോ, നോ പ്രോബ്ലം. ചൂണ്ടിച്ചാടിക്ക. എൻ്റെ ഒരു കൈ ഫോണാ മോനെ. ആ കറിവേപ്പില എടുത്ത കറിവേപ്പിലയുടെ പുറകിലെല്ലാം ഇതുപോലെ കറുത്തിയും പൂമ്പാറ്റ വന്ന് മുട്ടയിട്ട് വെച്ചേക്കുക ഉണ്ടോ? എന്നാലും ഈ പൂമ്പാറ്റയ്ക്ക് മുട്ടയിടാൻ കണ്ടത് കറിവേപ്പിലയുടെ പുറകിൽ വന്നിട്ടത് കണ്ടില്ലേ? ഇത് കറിവേപ്പില എല്ലാം എടുത്തില്ല, നോക്കി എടുത്തുള്ളൂ. ഉടയരുതേ. അടി പിടിച്ചാ ഞാൻ തീ കുറച്ചിട്ടേക്കുവാ. ഉപ്പുണ്ടോ? ഉപ്പ് കൂടുതലാണോ? ആ അത് മതി. ഇല്ലില്ല, വെള്ളം കൂടിയിട്ടില്ല. അത് വേവണം, ഉള്ളൊക്കെ വേവണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കണ്ടീഷനാവും. അപ്പോൾ വെള്ളം വെച്ചോളൂ. ചുമ്മാ അവിടെ വെച്ചാൽ അത് അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കയറി ഇന്നലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ചുമ്മാ ഇത്ര നേരം അധ്വാനിച്ചത് പല ഒന്നുമില്ല. കണ്ടീഷൻ ഞാനൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ഉള്ളിയും മുളകും എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചെണ്ടോറയും പുഴുങ്ങിയതിൽ കുറച്ച് കപ്പ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഒലത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇച്ചിരി ടേസ്റ്റ് കിട്ടത്തില്ലേ? ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇച്ചിരി ഒന്ന് ഒലത്തിയെടുക്കാമെന്ന് വിചാരിച്ചേ. നമ്മളെന്താണേലും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫും അതുപോലെ പിടി ഇവിടെ റെഡിയാണ്. ചേട്ടൻ പുല്ല് വെട്ടാനായിട്ട് പോയി. ഇതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇച്ചിരി ഉപ്പോടെ ചേർക്കാം. നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ മാത്രമാണ് കേട്ടോ ഓർത്തത്. അല്ലെങ്കിൽ ഞാൻ ഉപ്പിൻ്റെ കാര്യമൊന്നും ഓർക്കത്തേ ഇല്ല. ഇതാണെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കപ്പ തട്ടിക്കുടഞ്ഞിട്ട് അങ്ങോട്ട് ഇളക്കി എടുക്കാം. കോടേതായാലും ഇതിൽ കൂടുതലൊന്നും പൊക്കി വയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഇവിടെ ഈ ബെർത്തുള്ളത് കൊണ്ടേ ആവശ്യത്തിന് എരിവൊക്കെ ആയിട്ടുണ്ട്. ഇത് മതിയായിരിക്കും അല്ലേ? ഇത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അറിഞ്ഞു. തേങ്ങ അരപ്പൊന്നും ചേർക്കണില്ലേ? ഇത് ജസ്റ്റ് തട്ടിക്കൂട്ട്. അപ്പതേ കപ്പ നന്നായിട്ട് ഇളക്കി മഞ്ഞളും ഉപ്പും എല്ലായിടത്തും ആയിട്ടുണ്ട് കേട്ടോ. ഇതിനങ്ങ് മൂടി വെച്ചേക്കാം. വിളിക്കാൻ വേണമായിരുന്നോ? വിളിക്കാൻ എന്നാ
ചേട്ടൻ പുല്ല് വെട്ടിക്കൊണ്ട് വന്നു. ചേട്ടൻ എന്നിട്ട് എന്നെ വിളിച്ചതേ ഇല്ല. പുല്ല് വെട്ടിക്കൊണ്ട് വന്നിട്ട് എന്നെ വിളിച്ചതേ ഇല്ലല്ലോ. ഞാൻ ചേട്ടൻ വരുന്നത് നോക്കി നിൽക്കുമായിരുന്നു. എന്നെ വിളിക്കണ്ടായിരുന്നോ? വാതിൽ തുറന്നാരാ? മൊമാസേ, മൊമാസാ നടക്കുന്നത്. ഹായ്, ആർക്കാ ഉവാവുള്ള പിള്ളേരെ? ചുണ്ടില്ല കണ്ണൻ എന്നെ നോക്കണം. നോക്കിക്ക്. ചുണ്ടില്ല കണ്ണ. താറാമേ, ഓ ഭയങ്കര ബോസാണല്ലോ. ഞാൻ പോവാ. ടാറ്റാ ടാറ്റാ. ഇത് വല്ലാത്ത വാലാട്ടലാണല്ലോ താറാമേ. കുഞ്ഞിത്തറാമേ, ചക്കരത്തറാമേ, പഞ്ചരത്തറാമേ. ഇതാണ് എന്നാ പറ്റിയേ? അവൻ്റെ കോല. അലങ്കാരക്കോഴിയാണ് പോലും, അലങ്കാരക്കോഴി. അവൻ്റെ കോല നോക്ക. എന്തോന്നറായതാ. അപ്പോൾ ചേട്ടന് കപ്പ മതിയെന്ന് പറഞ്ഞു. ചേട്ടന് കപ്പ ഇച്ചിരി ഉള്ളല്ലോ. ഞാൻ ബാക്കി വെച്ചാലേ ഞാൻ തിന്നോളാം. പിടിയുണ്ട്. അത് ചുമ്മാ ഉണ്ടാക്കി വെച്ചേക്കണതാ, തേങ്ങയൊന്നും ഇല്ലാതെ. മതിയോ? നീ ഇറച്ചാണോ? കപ്പ കഴിച്ചു. അപ്പോൾ പിന്നെ ഞാനും കപ്പ കഴിക്കാം. അങ്ങനെ എല്ലാവരും രാവിലെ കപ്പ. ഞാൻ രാവിലെ ഇരുന്ന് വൃത്തിക്കൊണ്ടിരുന്നു. എന്തിനു വെറുതെ? എന്തിനു നീ സൂര്യനെ നോക്കി പുഞ്ചിരി തൂകി പൂവേ, പുഞ്ചിരി തൂകി പൂവേ. ഇനി പിടിയും കൂടെ എടുക്കണ വീഡിയോ, പിടി കഴിക്കണ വീഡിയോ കൂടെ എടുക്കണ്ടേ? പിന്നെ അല്ലേ, കപ്പ തീർന്ന് പിടി എടുക്കും. അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാം. കപ്പ തീർന്നല്ലോ. ഇപ്പം ആ പിടി എടുത്താൽ കപ്പ പോകുന്നു. അത് ശരിയാ. ഇപ്പം കപ്പയും ബീഫും ചേട്ടനും. തേങ്ങ ഇടാതെ കപ്പ എടുത്തിട്ട് നല്ലതല്ലേ? അപ്പൊ ചേട്ടൻ അടുത്തത് പിടി എടുത്തു കേട്ടോ. അപ്പൊ ഞാൻ കൊടുത്ത ബീഫൊന്നും കൂടുതലായിട്ടൊന്നും ഇല്ല. ആ പിടിയും കൂടെ കഴിക്കാനുള്ളത്. ആ നേരം കൊണ്ട് പറയാനുള്ള ഉത്തരമൊക്കെ കണ്ടുപിടിച്ചു. പിടി എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ടേസ്റ്റ് ഉണ്ടോ പിടിക്ക്? നന്നായിട്ട് തേങ്ങട്ടോ. ഒത്തിരി ഉണ്ടാക്കിയോ ഇല്ലല്ലോ നമ്മള്. ഞാനെന്നാണല്ലോ കപ്പ കഴിച്ചു കഴിഞ്ഞില്ല. പിടിയൊക്കെ ആ വൈകുന്നേരത്തേക്ക് അതിന് കഴിക്കാൻ ചാൻസ്. ഇത് കഴിക്കണ്ടേ? എന്റെ കണ്ണാടിയിലൊരു ഉറുമ്പല്ലേ ചേട്ടാ. ഇച്ചിച്ചി മുണ്ടന്മാരെ ആഹാരം കഴിക്കുവാണോടാ? ഇച്ചിച്ചി മുണ്ടന്മാരെ എന്തൊക്കെയുണ്ടാ വിശേഷം? പിന്നെ ചെറുപ്പത്തിൽ വിളിച്ചോണ്ടിരുന്ന ഇച്ചിച്ചി മുണ്ടന്മാരെ എന്നൊക്കെയായിരുന്നു. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണാവോ? എങ്ങനെയുണ്ട് പിടി? ഓ നല്ലതാണോ? ഞാൻ തിന്നില്ല ഇതുവരെ. വേവ് നോക്കാനിട്ടൊരു കുഞ്ഞു പീസ് കഴിച്ചതാണ്, ഇതുവരെ കഴിച്ചില്ല. ഞാൻ കിടന്നങ്ങ് ഉറങ്ങി പകല് കുറച്ച് നേരം ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. കേട്ടോ? മീനൊന്നും പറയാത്തെ. ആൻസങ്ങ് വലുതായിപ്പോയില്ലേ സുഹൃത്തുക്കളെ. വല്ല കാര്യമൊക്കെ പറയാൻ അങ്ങോട്ട് മടിയാണ്. കൊഴുപ്പുവൻ എന്തിയടാ? എടാ കൊണ്ടുവിടണ്ടായിരുന്നു. അതിന് ഇവിടെ എങ്ങാനും നിർത്തിച്ച് തീറ്റ കൊടുക്കാൻ തീരെ വയ്യല്ലോടാ. ആണോ? താറാമ കൊത്തി കൊത്തി അവനീ പരിപാടി. താറാമയ്ക്ക് അവനെ കണ്ണിന് കണ്ടുകൂടായിരുന്നു. ഇപ്പം ആൻസൂട്ടൻ അങ്ങനെ പിടിയും ബീഫ് കറിയും കഴിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞാനും എന്താണേലും ഇച്ചിരി കഴിക്കാൻ പോവുക. എനിക്ക് സംസാരിക്കാനൊന്നും ആളില്ലെന്നേ.
നീ സംസാരിക്കുമോ എന്നോടാ? ഇല്ലേ? പോടാ. നീ മിണ്ടിക്കൊണ്ട് വാടാ, വല്ലതൊക്കെ വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞു. നീ വല്ലതൊക്കെ വാങ്ങിച്ചു തരാൻ പറഞ്ഞോണ്ട് വാ, അപ്പം ഞാൻ പറയാം കേട്ടോ. എന്നിട്ട് പിടിക്ക് ടേസ്റ്റ് ഉണ്ടോ? ഇത് പാടുമായിട്ട് ഉണ്ടാക്കിയെന്ന് പിടി ഉരുട്ടാൻ പോലൊരു മനുഷ്യനില്ലായിരുന്നു കുഞ്ഞാടുകളെ. ഞാൻ തന്നെയാ. ഇത് മാത്രം ആലോചിക്കാനിരിക്കണം. തോരാന പെരുന്നാളിന് തുടങ്ങിയ തോരാത്ത മഴ ഇപ്പോഴുവാ. ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇറങ്ങിയെന്ന് പറയും. എനിക്കങ്ങനെ പറയാനൊരു മടിയില്ല. അല്ല പിടി കഴിക്കണുണ്ടോ? പിടി ഞാൻ കഴിക്കാൻ പോകും. വിശക്കും. ചാറ് ഒത്തിരി ഇഷ്ടമല്ല. ആയിരിക്കല്ലേ, ഒന്ന് കമ്പനിയൊക്കെ കൂടാ. ഓ, എനിക്കെന്നാ ലൈത്തോ ഉണ്ടോ? ഈ ചാട്ടൻ്റെ വായിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. വീഡിയോയിൽ അത് കിട്ടുകയും ചെയ്യും. ഇന്നെങ്ങനെ ദുഃഖിച്ചിരിക്കണേ? എന്നാ പറ്റിയ? ഇല്ല ബുദ്ധിമുട്ടും തോന്നിയാ? എല്ലാവർക്കും പിടി തരാം. ഞാൻ കഴിക്കട്ടെ. ഹായ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ തറവാട്ടിലൊക്കെ പോയിട്ട് വന്നു. പുറകെ വന്നിരിക്കാവോ? ഒരു സുമ എന്ന് വീഡിയോ കാണുന്ന സുമ എന്ന് പറയുന്ന ഒരു ചേച്ചിക്ക് ഹായ് കൊടുക്കാൻ പറഞ്ഞു. ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ. എന്നും കമന്റ് ഇടാറുണ്ട്. എപ്പോഴും ഹായ് ചേട്ടാന്നും പറഞ്ഞാ കമന്റ് ഇടുന്നത്. ചേട്ടന്റെ വലിയൊരു ആരാധികയാണ്. ചേട്ടന്റെ ആരാധികയ്ക്ക് ഒരു ഹായ് കൊടുത്തേ. എന്താ പറയാനുണ്ടോ? എന്ത് പറയാനാ? എല്ലാ ദിവസവും കാണണം. എന്തെങ്കിലും പോരായ്മ കൊണ്ട് പറഞ്ഞു തരണം. എല്ലാവരും തന്നെ പറഞ്ഞു കണ്ട് നമ്മളെ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകണം. മൊബൈൽ സ്റ്റാൻഡ് പുറകിലിരിക്കണ കേട്ടോ. റീൽസ് ചെയ്യാനെടുക്കുന്ന മൊബൈൽ സ്റ്റാൻഡാണ്. പിന്നെ അമ്മച്ചി ആശുപത്രി പോയിട്ട് എങ്ങനെ വെച്ചാൽ അമ്മച്ചിക്ക് അങ്ങനെ വലിയ അങ്ങനെ കാര്യമായ അസുഖമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ചെറിയൊരു തോതിൽ എന്തെങ്കിലും തലവേദനയൊക്കെ തോന്നുവാണെങ്കിൽ ആശുപത്രി പോയാൽ മതി. ഗുളികയൊന്നും അങ്ങനെ കഴിക്കാറില്ല. അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നു. ആൻസ് അവൻ ഫുഡും കഴിച്ച് അവൻ്റെ മുറിയിലേക്ക് പോയി. സത്യത്തിൽ നമ്മൾ ആൻസിനെ അങ്ങനെ കാണാറില്ല അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ പോലും ആൻസിനെ ജസ്റ്റ് ഒന്ന് കണ്ടല്ലേ ഉള്ളൂ. അവരിങ്ങനെ വളരുമല്ലേ. വളർന്നുകൊണ്ടിരിക്കുമ്പം അങ്ങനെ കുട്ടികളൊക്കെ വേറെ വേറെ ക്യാരക്ടറിലേക്കൊക്കെ പോകൂലേ. ഞാനും ഒക്കെ അങ്ങനെ ആയിരുന്നു. ആ സ്റ്റേജിലൂടെ ഇപ്പം ആൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ മഴയാണ്, ഫുൾ മഴയാണ്. ഒരുമാതിരിയുള്ള ഒരു അവിഞ്ഞ മഴയാണ്. നല്ല കനത്ത മഴയല്ല, ചാറ്റൽ മഴയല്ലാത്ത ഒരു സൈസ്, ഒരു മൊത്തം ഇങ്ങനെ ചെളിയാകുന്ന തരത്തിലൊരു മഴയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.